പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം യേശുവേ നിന്നാത്മദാനം നൽകണേ പ്രാണനാഥ യേശുവേ നിന്നാത്മദാനം നൽകണേ മിശിഹായേ മിശിഹായേ നീ എൻ്റെ രക്ഷാനാഥനല്ലോ പ്രാണനാഥ യേശുവേ നിന്നാത്മദാനം നൽകണേ. കണങ്ങൾ കരങ്ങളാൽ മായ്ക്കും കരുണാർദ്രനാകുന്ന പരമോന്നത കണ്ണീർ കണങ്ങൾ. സന്തോഷത്തിൻ്റെ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ജീവിതം ഞങ്ങൾ പഠിപ്പിച്ചു. കിടക്കയിലായിരുന്നാലും ദൈവത്തെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ജീവിക്കുവാൻ ദൈവം ഉപ്പായ്ക്ക് കൊടുത്ത് മനസ്സിനായിട്ട് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിൽ പോകുന്ന രേഖയിൽ ഒക്കെ അങ്ങനെ സാധ്യതകളുണ്ടായിരിക്കണമേ. കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും ആക്കിത്തരണമേ. ഭാവി പരിമിതികളൊക്കെ ഉണ്ട്. ഭാവി എങ്കിലും ആ പ്രയാസത്തിൻ്റെ പരിമിതികളുടെ ഇടയിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ അതിലേക്ക് നല്ലൊരു യാത്രയൊക്കെ ഞങ്ങൾക്ക് നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടി വരുവാനുള്ളവരൊക്കെ തക്ക സമയത്ത് കൂട്ടി വരുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രകളിലൂടെ ഉണ്ടായിരിക്കണമേ. ശുശ്രൂഷയിൽ കുട്ടികൾക്കൂടെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഞങ്ങൾ മുഖ്യമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാം ദിവസം ഏൽപ്പിക്കുന്നു. എല്ലാം ഞാൻ വേണ്ടി നൽകിയ നാമം തന്നെ.
കാതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തഹോ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സങ്കേതം ഖേദം രോദനം അങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, ഞങ്ങളുടെ ജീവന്റെയും മരണത്തിനും അധികാരമുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, ഈ പ്രിയ പിതാവിന്റെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളുമായി ഞങ്ങൾ നിന്റെ മുമ്പാകെ വരികയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബുച്ചാന്റെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ജീവിതത്തിന്റെ അങ്ങോളം ഇങ്ങോളം കർത്താവെ നിന്റെ മകനെ വിശ്വസ്തനായി കാത്തു. പല പ്രാവശ്യം വന്ന് കണ്ടപ്പോഴും ഹല്ലേലൂയ ദൈവമായ കർത്താവ് പ്രത്യാശയുള്ളവനായി കാണുവാൻ, സ്നേഹമുള്ളവനായി കാണുവാൻ ഇടയായല്ലോ. ഇപ്പോൾ താൻ പ്രിയം വെച്ച കർത്താവിന്റെ മുൻപാകെ നിന്റെ മകൻ എത്തിയിരിക്കുന്നു. കഷ്ടതയില്ലാത്ത ലോകത്തേക്ക്, കിടപ്പില്ലാത്ത ലോകത്തേക്ക് ഹല്ലേലൂയ നിന്റെ മകൻ സ്വതന്ത്രനായി വിവരിക്കുന്നത് ഞങ്ങൾക്ക് സ്വപ്നം കാണുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുമാമയോട് പ്രാർത്ഥിക്കുന്നു, അമ്മച്ചിയോട് പ്രാർത്ഥിക്കുന്നു, മക്കളെ ഇടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കാക്കണം, പരിപാലിക്കുമാറാകണമേ കർത്താവേ. കരുണയോടെ നിലനിർത്തുമാറാകണമേ. സമാധാനത്തെ കൊടുക്കണമേ. സകല ബുദ്ധിയും കവിയുന്നതായ ദൈവസമാധാനം നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ കരുണകളാൽ നീ താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നീ അല്ലാതെ ആശ്രയിക്കാൻ വേറെ ആരുമില്ലല്ലോ. ശുശ്രൂഷകൾ ദൈവത്തിന്റെ കരുണ വ്യാപരിക്കുമാറാകണമേ. ഞങ്ങളുടെ തിരുസഭ അനുശാസിക്കുന്ന എല്ലാ ബഹുമതികളോടും കൂടെ നിന്റെ മകനെ യാത്ര അയക്കുവാൻ കർത്താവെ ഇടവകെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ദൂരെയും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കാക്കണം, പരിപാലിക്കുമാറാകണമേ. മക്കളെല്ലാം ആശ്വസിപ്പിക്കുമാറാകണം. മാനവും മഹത്വവും തമ്പുരാനെടുത്താട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കരുണയോടെ കേൾക്കുമാറാകണമേ. महल स्नेहम
മനുഷ്യരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ,
അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം അന്ന് അവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വരുന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴികതോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവെങ്കിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് പ്രകീർത്തനം ചെയ്ത് വെറും മനുഷ്യവെന്ന് വരികയും എനിക്കെന്ത് പ്രയോജനം? വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മലരായി ഉണരുവേൻ, പാപം ചെയ്യാതിരിക്കുവേൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് വിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയായി പറയുന്നു. ആളുകൾ കാണാൻ വരുമ്പോൾ ഓരോ തരത്തിലായി വരണമേ എന്ന് ഓർപ്പിക്കുന്നു. അകലം പാലിച്ചിരിക്കണം. പരസ്പരം ക്ഷയിക്കേണ്ടി കൊടുക്കുകയോ ഒന്നും അരുത് എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുള്ള കാലാവസ്ഥ അത്ര നല്ലതല്ലല്ലോ. നിങ്ങൾ വരുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോഴും നിങ്ങളുടെ കരം ശുദ്ധിയാക്കിയിട്ട് വേണം പോകുവാൻ. ക്രമീകരണം ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുന്നു. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്, കൂടാരമാകുന്ന എൻ ഭവനം വീട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തന്നു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെ അന്ന്. ഒട്ടുനാൾ കണ്ടു നീർപ്പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമാ. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ഈ കുടുംബത്തോടൊപ്പം ഈ നാട്ടുകാരോടൊപ്പം ഇത് കാണുന്ന എല്ലാവരോടുമൊപ്പം നമുക്കും ആദരസൂചകമായി എഴുന്നേറ്റ് നിന്ന് ഇതൊരു ആരാധന കൂടെയാണല്ലോ. ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ്, ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ടാണ് നാം ഇവിടെ നിന്ന് ഈ പിതാവിനെ യാത്രയാക്കിയത്.
അതിലേക്ക് എല്ലാവരും സഹകരിക്കണം ഓർപ്പിക്കുന്നു. ഇനിയുള്ള ഒരു അരമണിക്കൂർ നിങ്ങൾ വിസിറ്റേഴ്സ് സൂക്ഷിച്ച് മുമ്പോട്ട് കാണാൻ വരണം എന്നും ഓർപ്പിക്കുന്നു. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്നെ ശുദ്ധരൊത്ത് പാടിയാർക്കുമേ, അന്നു തന്നെ ശുദ്ധരൊത്ത് പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ശ്രദ്ധിച്ചോളണമേ. ജീവന്റെ മരണത്തിനും അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധികരായ തീർന്ന ഞങ്ങളുടെ വർഗത്തെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിന് വേർപെട്ട് ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് സന്നിധാനം കഴിക്കുന്ന പ്രാർത്ഥനയായ ആദാമേ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാ നാഥ. ജീവനുള്ള നീ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു, നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾക്കും ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീടുമേ. രഹസ്യം ആയുള്ള പിതൃപുത്രന്മാരെ
പുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാം ഏൽക്കേണം. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമല്ലായ്പ്പോഴും ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവരും ജീവൻ നൽകുന്നവരും മനുഷ്യരുടെ പ്രത്യാശയും പുള്ളിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തിൽ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന സ്ത്രീ മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ ദൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ വിശയാതം ഈ പിതാവിന്റെ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളും പുതിയ ബഹുമാനം വന്ന് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ വസ്തു കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പിതാവിന്റെ ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൈക്കൊള്ളും നിങ്ങളോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേദക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്തൊടുക്കുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികളത്തെ സത്യമുള്ളവയും ആകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളെ സംബന്ധിച്ചവനോ നിന്റെ ഏകത്വത്തിന്റെ പുരുഷാരോഹണത്തിൽ ആശ്രയിച്ചവനുമായവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ടവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമമായ ഭാര്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്ന പ്രത്യാശയോടുകൂടെ ഈ പിതാവിന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വാസിപ്പിക്കുകയും ഭാഗ്യവും മഹത്തരമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവൻ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിന് പുറപ്പാടുകൾക്കുള്ളവരും കാത്തിരിക്കുന്നതുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ ഞങ്ങൾക്ക് ദാനം ചെയ്യുമാറാകണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധമാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം എത്തുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കൊത്തതുപോൽ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീതാട്ടപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരെ നീ ഉയർപ്പിപ്പാൻ എത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെ ഉയർപ്പിക്കാം. നിങ്ങൾക്ക്
ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് ജനങ്ങളെല്ലാവരും പ്രതിവാക്യം പറയണം. കുറിയിലായിസോ എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ഏറ്റ് പറയണം. ദൈവമേ, ഞങ്ങളോട് കരുണയാകണമേ എന്നർത്ഥം. കുറിയേലായിസോ ക്രിസ്തേലായിസോൻ കുറിയേലായിസോൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവരുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. ഭാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ രാജ്യശക്തി മഹത്വം ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പിതാവ് ഈ ഭവനത്തോടെ യാത്ര പറയുന്ന നിമിഷങ്ങളാണല്ലോ ഇനിയുമുള്ളത്. താൻ ഈ മണ്ണിൽ ജനിച്ചു വളർന്നു, വിവാഹിതനായി ദൈവം അനുഗ്രഹിക്കപ്പെട്ട മക്കളെ കൊടുത്തു. ജീവിതത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി ധാരാളം പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 വർഷത്തിലുമാനമാകുന്നു. ഞാൻ വന്ന ആഴ്ച ആദ്യം വന്ന ഭവനം ഇതാണ്. ഒരുപക്ഷെ ഈ ഇടവകയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യവും വന്നിട്ടുള്ള ഭവനം ഇതാണ്. കൂടെ കൂടെ വിളിക്കും, അച്ഛൻ വരണം എന്ന് പറയും. വന്നിരുന്ന് സല്ലപിക്കുവാനും തമാശകൾ പറയുവാനും ഒക്കെയുള്ള സമയമൊക്കെ ഈ സമയം ഓർക്കുന്നു. എപ്പോൾ വന്നാലും ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ് എനിക്ക്. കാര്യം തമാശവും നാട്ടുവർത്തമാനവും ഒക്കെ പറയുവാൻ പുഞ്ചിരിച്ച മുഖത്തോടുകൂടെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് സാധിക്കുക. സല്ലപിക്കുവാനിടയായതൊക്കെ ഓർക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ ഒരു ചെറിയ യൂറിനൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് എന്ന് കേട്ടു. ഹോസ്പിറ്റലിൽ പോയി, അതൊക്കെ മാറി. കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത്. മാമ രാത്രിയിൽ ഒരു 10-12 മണിയായപ്പോൾ ആണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ഓടി വന്നു. അപ്പോൾ ചെറിയ നാടിവെടിപ്പുണ്ട് എന്ന് തോന്നിയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പോകുന്ന വഴിക്ക് ഈ ലോകത്തോട് യാത്ര പറയുകയായിരുന്നു. പിന്നീട് ഒരു 3 മണിയായപ്പോൾ ആണ് ഇവർ തിരിച്ചു വന്നത്. ഞങ്ങൾ വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഇദ്ദേഹം ഇല്ലാത്ത കിടക്ക ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഞങ്ങളെ മുറിക്കകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇന്ന് ഈ പിതാവ് ഇവിടെ ഇല്ലല്ലോ. പ്രീചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു, ദൂരെയായിരുന്നു. എന്നാൽ എല്ലാവരും സമയത്ത് എത്തിച്ചേർന്നിടയായി. മക്കളൊക്കെ എത്തി. എല്ലാവരും അപ്പന് വേണ്ട ശുശ്രൂഷകൾ നൽകുന്നു. പ്രിയ അമ്മാമ്മയെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ പിതാവ് വീണ കാലം മുതൽ ഇവർ തമ്മിൽ ഒരു സുഹൃത്തുത്വമുണ്ടായിരുന്നു. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. അച്ഛൻ അമ്മാമ്മയെ കൊച്ചെ എന്നാണ് വിളിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും കൂട്ടുകാരെ പോലെ തമാശ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടപെടുകയും ചെയ്തതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട ഒരാളാണ്. ഇവർ തമ്മിലുള്ള സ്നേഹം, ശുശ്രൂഷിക്കുന്നത് ഒരു മടുപ്പും നമ്മ കാണിച്ചിട്ടുണ്ട് ഇതുവരെയും. ഞാൻ വന്ന ആഴ്ച എന്നോടെല്ലാം പറഞ്ഞു, അച്ഛാ, ഇങ്ങനെയുള്ള ആളിവിടെ ഉണ്ട്. അങ്ങോട്ട് വിളിച്ച് പറയുകയായിരുന്നു, പേരിന്നതാണ്. ഞാൻ അന്നേരം മൊബൈൽ എൻ്റെ നമ്പർ ഫീഡിലിട്ടു. തീർച്ചയായിട്ടും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ട കുടുംബമാണല്ലോ എന്ന് കരുതി.
എല്ലാം ഫോണിൽ കൂടെ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ്, അച്ഛൻ വരണം പ്രാർത്ഥിക്കണം എന്ന്. മുന്നിരുന്ന അച്ഛന്മാരും ഒക്കെ അത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാനിടയായി. അതുകൊണ്ട് അല്പം കൂടെ പ്രാധാന്യം കൊടുക്കണമല്ലോ എന്ന് കരുതി ഒരു സ്നേഹത്തോടുകൂടി അന്ന് മുതൽ ഇടപെടാൻ ഇടയായി ഓർക്കുന്നു. പ്രിയ മാമ നല്ലവളും വിശ്വസ്തയുമായ ദാസി എന്ന പേര് കേൾക്കുവാൻ ഇടയാവുന്നു. ഒരു മനുഷ്യനെ കൊണ്ടാവുന്നതിലും അധികം ഈ വീടിന് പുറത്തിറങ്ങാതെ, ഇത് ദൂരെ എങ്ങും യാത്ര പോകാതെ, വെളിപ്പുറത്ത് മാത്രം എപ്പോഴും ഓടിയെത്തേണ്ട ഒരാളാണല്ലോ. എന്നാൽ ഇത്രയും വർഷങ്ങളായി പ്രിയ മകൾ ഒരു പ്രാവശ്യം പോലും മടുക്കാതെ, അല്പം പോലും മടുപ്പിന്റെ അല്ലെ മുഖത്തൊരു പുഞ്ചരിയില്ലാതെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനിക്കുവാൻ വകയാണല്ലോ. പ്രിയ അമ്മയെ ആശ്വസിപ്പിക്കട്ടെ. അമ്മച്ചി എപ്പോ വന്നാലും സ്നേഹത്തോടുകൂടെ മകനെ ശുശ്രൂഷിക്കുന്നു. സ്വന്തം മകൻ വേർപെട്ട് കിടക്കുമ്പോൾ ഉള്ള വേദന എത്രമാത്രമാണെന്ന് അറിയാം. എങ്കിലും കഷ്ടപ്പെടാതെ പോയത് സന്തോഷം എന്ന് ഒരു പക്ഷേ ഞാൻ പറയും. എത്ര നാള് കഷ്ടപ്പെടും, എന്നാൽ കഷ്ടതയില്ലാത്ത ലോകത്തേക്ക്, പ്രയാസമില്ലാത്ത ലോകത്തേക്ക്, ഇനിയും യാതൊരു ബുദ്ധിമുട്ടും ലോകമില്ലാത്ത ലോകത്ത് കർത്താവിന്റെ അടുത്തേക്ക് യാത്രയായിരിക്കുകയാണല്ലോ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം അഭിമാനിക്കുന്നത് അത് തന്നെയാണല്ലോ. വീണ്ടും കാണാമെന്ന പ്രത്യാശ. ഒരു മനുഷ്യ ജീവിതവും ഭൂമിയിൽ അവസാനിക്കുന്നില്ല, ഇത് വീണ്ടും തുടരുകയാണ്. ക്രിസ്തുവിൽ ജീവിച്ചവർക്കോ മരണമില്ല. അവർ വീണ്ടും കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ നാമും മുന്നേ പോയിടുന്നവർക്ക് ഭാഗ്യവാന്മാരാണ്. നാമും ഒരുങ്ങിയിരിക്കുക പോകുവാൻ. ഒരു നാൾ നിങ്ങളും ഞാനും ഈ ഭൂമി വിട്ട് പോവേണ്ട ആളുകളാണല്ലോ. പ്രത്യാശയോടുകൂടി ഒരുങ്ങിയിരിക്കുക. ഇടവകയായി ഉള്ള അനുശോചനം പറയുമെങ്കിലും സെന്റ് ആൻഡ്രൂസ് ഇടവകയിലെ ആളുകളും കുമ്പളത്താമൻ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ ആളുകളും റെപ്രസെന്റേറ്റീവ് ഷായച്ചാൻ ഇവരെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ക്രമീകരണ പ്രകാരം കുറച്ചു പേര് വരാവൂ എന്നൊക്കെ. എന്നാലും ഇത്രത്തോളം ഈ പ്രയാസത്തിലും നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നിങ്ങൾ വന്നിരിക്കുകയാണല്ലോ. നിങ്ങളെല്ലാം ദൈവനാമത്തിൽ അഭിനന്ദിക്കുന്നു. ശുശ്രൂഷകൾ കഴിഞ്ഞ ശേഷം തിരിച്ചു പോകുമ്പോഴും നിങ്ങൾ അവിടെ നിന്ന് ഇവിടെയും ഒരു സാനിറ്റൈസർ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ നിന്ന് എടുത്ത് തരും എല്ലാവർക്കും. നിങ്ങളത് ഗ്ലൗസ് ഇട്ടവരായാൽ പോലും അത് എടുത്ത് ഗ്ലൗസിന് മുകളിൽ കൂടെ തിരക്കണം എന്ന് അർപ്പിക്കുന്നു. ഗ്ലൗസ് ഇടുന്നതും അത് സേഫ് അല്ലല്ലോ. പല ആളുകൾ വരുന്നിടമാണല്ലോ. എല്ലാവർക്കും എല്ലാം അറിയാം. ആരെയും പ്രത്യേകം ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട ജാനെ, ഏറ്റവും ആദരവോടുകൂടെ നമുക്ക് യാത്ര അയക്കാം. ഏറ്റവും മനോഹരമായി കാലാവസ്ഥ ഇതുവരെ അനുകൂലമാണ്. അതുകൊണ്ട് ഇവിടെ നാം ഇപ്പോൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പള്ളിക്കകത്ത് 20 പേർക്കല്ലാതെ ആർക്കും പ്രവേശനമില്ല. എന്നാൽ 5 പേരെ വെച്ച് കയറ്റി ഇറക്കി വിടുന്ന ഒരു കാര്യവും നാം അവിടെ ചെയ്യുവാൻ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. വന്ന് നിൽക്കുവാൻ അവകാശമില്ലല്ലോ. കലറയിൽ നിങ്ങൾ വരുമ്പോൾ അവിടെ സ്ഥലമുള്ളത് കൊണ്ട് മാറി നിന്ന് കാണുവാനൊക്കെ ഇടയാവണം എന്ന് ഈ സമയം ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രിയപിതാവിന്റെ ജീവിതത്തിനായി സ്തോത്രം. ദൈവമായ കർത്താവേ, കഷ്ടമില്ലാത്ത ലോകത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടല്ലോ. പ്രിയ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആശ്വസിപ്പിക്കുമാറാകണമേ. പ്രിയ ഭാര്യയോട്ട് പ്രാർത്ഥിക്കുന്നു, ആശ്വസിപ്പിക്കണമേ. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പിതാവിന് അനുയോജ്യമായ യാത്രയിൽ കൊടുക്കുവാൻ നിന്റെ മക്കൾ ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ. കൂടിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപേക്ഷ ഞങ്ങളിപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുപോകട്ടെ. കൃപയോടെ കാക്കണം, പരിപാലിക്കുമാറാകണമേ. ഈ മൗനത്തോടെ ഇപ്പോൾ വിട പറയുകയാണല്ലോ. തിരിച്ചിങ്ങോട്ടൊരു യാത്ര ഇനിയില്ല. ഞങ്ങൾക്കറിയാം ദൈവമേ. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട് സന്തോഷത്തോടുകൂടെ, ആത്മസന്തോഷത്തോടുകൂടെ, നിത്യതയുടെ സന്തോഷത്തോടുകൂടി യാത്ര അയക്കുവാൻ സഹായിക്കണം. മഹത്വപ്പച്ചനെടുത്താട്ടെ. എല്ലാ പുകഴ്ചയും എടുത്തുകൊള്ളുമാറാകണം. യേശുവിന്റെ നാമത്തുള്ള പ്രാർത്ഥന കരുണയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസനം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണം. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട അബാബു സഹോദരന്റെ വേർപാടി ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവ്, പ്രിയ ജെസ്സി, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ജോഷി അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തില് മനുഷ്യ വാക്കുകൾക്കൊട്ടും പ്രസക്തിയില്ല എങ്കിൽ തന്നെ വേദപുസ്തകത്തിലെ ഒരു കൊച്ചു വാക്യം നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു: ഈ വചനങ്ങളെ കൊണ്ട് അന്യമന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ട ജെസ്സി, ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ ഒരേ പ്രാർത്ഥന കൂട്ടം, വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള പ്രിയ കുടുംബാംഗങ്ങൾ,
പ്രിയപ്പെട്ട ബാബുവിന്റെ വിവരം അറിയുവാൻ സാധിച്ചുവെങ്കിലും ഒന്ന് വന്നു കാണുവാൻ സാധിക്കാത്തതിൽ വളരെയധികം ഖേദമുണ്ട്. എനിക്ക് മുൻപ് ഇവിടെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, ദൈവം കൊടുക്കുന്ന ആയുസ് നല്ല സാക്ഷ്യം നിലനിർത്തി അനേക കുടുംബജീവിതങ്ങൾ ആടി ഉലയുന്ന ലോകത്തില് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് ഉടമസ്ഥരാക്കി അവരെ ഈ ദേശത്ത് ദൈവം നിർത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തന്റെ വേദനയുടെ അനുഭവങ്ങളിൽ തന്റെ പ്രതികൂലത്തിന്റെ നടുവില് യോബിനെ പോലെ നാവുകൊണ്ട് പാപം ചെയ്യാതെ അവസാന നിമിഷം വരെ വിശ്വസിച്ച ദൈവകൃപയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ട ബാബുക്കുട്ടി, പ്രിയ ജെസ്സി, എന്ന് തോന്നുന്ന നിമിഷങ്ങളില് ഏകാന്തതയുടെ വേദനയേറിയുന്ന കർത്താവ് പത്മോസിന്റെ ഏകാന്തതയില് യോഹന്നാനെ തേടി വന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തന്നെ നിമിഷം തോറും ആശ്വസിപ്പിക്കട്ടെ. പ്രിയ അമ്മച്ചിയെ വാർദ്ധക്യത്തിലും നരയിലും തള്ളാത്ത ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിമിഷം തോറും സമാധാനം തരുമാറാകട്ടെ. പ്രിയ കുഞ്ഞുങ്ങൾക്കൊരു പിതാവിന്റെ ഇല്ലുമില്ലാടി അറിയാതെ വരും ദിവസങ്ങളിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം ഓർപ്പിക്കുന്നു, നീ പൊയ്ക്കൊള്ളുക, വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഫറവോനിയത്ത് കുടുംബവും മല്ലപ്പള്ളി കുടുംബവും ഒരുപോലെ അവരവരായിരിക്കുന്ന ദേശങ്ങളിൽ അവരവരുടെ വ്യക്തിമുദ്ര തെളിയിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഇതുപോലെയുള്ള പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇന്നത്തെ കാലഘട്ടത്തിന് നഷ്ടമാണെങ്കിലും ശാന്തമായി വേദപുസ്തകം ഓർപ്പിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും യാത്രയുണ്ട്, ഒരുക്കം എപ്രകാരം എന്ന് ചോദിച്ച് മുന്നമേ കടന്നുപോയിരിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ സുപ്രഭാതത്തിൽ ഗംഭീര ധ്വനിയുടെ സുദിനത്തിൽ പ്രിയപ്പെട്ട സഹോദരനെ ചെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശ കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ജീവിതങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. റാന്നിയുടെ ആദരനായ MLA ശ്രീമാൻ രാജു എബ്രഹാം ഇവിടെ വന്ന് ശുശ്രൂഷ സമയത്ത് മടങ്ങിപ്പോയി ഒരു അത്യാവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കണമെന്ന് ഇവിടെ അറിയിച്ചിരുന്നു. അത് ഈ സമയത്ത് അറിയിക്കണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു,
അപ്പോഴുമെൻ മനസ്സിന്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, പ്രിയപ്പെട്ട ബാബുച്ചായൻ്റെ ദേഹവിയോഗത്തിൽ സെന്റ് ആൻഡ്രൂസ് മാർത്തോമാ ഇടവകയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുവാൻ ഈ അവസരം ചുരുങ്ങിയ വാക്കുകളിൽ വിനിയോഗിക്കട്ടെ. പ്രിയപ്പെട്ട ദാസൻ 59 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിപ്പാനായിട്ട് ദൈവം ആയുസ് കൊടുത്തു. കഴിഞ്ഞ 13 വർഷം ഒരു അപകടത്തെ തുടർന്ന് ഭവനത്തിലും ആശുപത്രികളിലുമൊക്കെയായി വേണ്ട പരിചരണം ലഭിച്ചുകൊണ്ട് കഴിഞ്ഞ് വരികയായിരുന്നു. 2 ദിവസം മുമ്പ് പ്രിയപ്പെട്ട ദാസൻ ദുഃഖങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, ആവുകളില്ലാത്ത ഇമ്പങ്ങളുടെ പറുദീസയിലേക്ക് തമ്പുരാൻ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. താൻ ആരോഗ്യവാനായി ഈ ഭൂമിയിൽ ജീവിച്ച കാലത്തൊക്കെയും ഇടവകയുടെ സജീവമായ പ്രവർത്തനങ്ങളിൽ സജീവത പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇടവകയിൽ നിന്നും വളരെ ദൂരത്തായി പാർത്ത ഒരു കുടുംബം, ആ കുടുംബം മുഴുവനായി തന്നെയും ഇത്ര വിദൂരയിലായിരുന്നുവെങ്കിലും ഇടവകയുടെ സജീവമായ സേവനങ്ങളിലും പ്രവർത്തനങ്ങളിലും എപ്പോഴും നിലനിന്നിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഇടവകയെ സംബന്ധിച്ചോളം ഓർക്കുവാൻ തക്ക ഒരു കാര്യം. ഈ മാതാവ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ തൻ്റെ മകനെ യാത്ര അയക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രയാസം, സങ്കടവും നൽകുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ
ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനയില്ലാത്തതായ തമ്പുരാൻ സന്നിധിയിൽ ആയിരിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിപ്പാനായിട്ട് തുടർന്നുള്ള നാളുകൾ ഇടയാകട്ടെ എന്ന് ഇടവകയായി ഓർക്കുന്നു. പ്രിയപ്പെട്ട ദാസി, ഈ 13 വർഷക്കാലവും യാതൊരു മടുപ്പും കൂടാതെ, യാതൊരു പെറുവിറുപ്പും കൂടാതെ തൻ്റെ പ്രിയനെ ഏറ്റവും കൂടുതൽ പരിചരിക്കുവാനും ശുശ്രൂഷിപ്പാനും കാണിച്ചതായ ആ നല്ല മാതൃക ഇടവക ജനങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും അത് മാതൃകയാക്കേണ്ടത് വസ്തുതയാണ് എന്നുള്ളത് ഈ വസ്തുത ഓർക്കുക. യാതൊരു പ്രയാസവും കൂടാതെ പരിചരിക്കുകയും വേണ്ടുന്നതായ ശുശ്രൂഷകളൊക്കെ നൽകി പ്രിയപ്പെട്ട ദാസി പുലർത്തി എന്നുള്ളത് ഏറ്റവും വിസ്മരിപ്പാൻ പാടില്ലാത്ത വസ്തുതയാണ്. അവിടെ മരണമെന്നുള്ള യാഥാർത്ഥ്യത്തെ നാം ആർക്കും അത് പിടിച്ചു നിർത്തുവാനായിട്ട് സാധ്യമാകില്ലല്ലോ. തമ്പുരാൻ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണ വിശ്വസിക്കുക. 2 മക്കൾ, അവിടെ കുടുംബാംഗങ്ങൾ, തീരെ ദുഃഖമുണ്ട്. എന്നാലും സർവശക്തനായ ദൈവം തമ്പുരാൻ ആവശ്യമായ സമാധാനവും ആവശ്യമായ ദൈവകൃപയും തുടർന്ന നാളുകളിൽ പ്രാപിപ്പാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വേർപാടും ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ വസ്തുതയാണ്. എന്നാൽ അതിനപ്പുറത്തുള്ള പ്രത്യാശയോടുകൂടി ഈ പ്രിയപ്പെട്ട ദാസനെ യാത്ര അയക്കുവാൻ കുടുംബാംഗങ്ങൾക്കും ഇടവകയ്ക്കും കഴിയട്ടെ എന്ന് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എല്ലാ ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെന്റ് ആൻഡ്രൂസ് മർത്തോമ ഇടവകയുടെ അഗാധമായ ദുഃഖം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരാമം വിടുന്നു. നന്ദി. മർത്തോമ ഇടവകയുടെ അനുശോചനം ഇടവക സെക്രട്ടറി ഓർപ്പിച്ചല്ലോ. ഈ കുടുംബമായി പരിചയപ്പെട്ട നാൾ മുതൽ പ്രിയ അച്ചായനുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തുവാൻ എനിക്കിടയായത് ദൈവം മുൻപാകെ ഓർക്കുന്നു. ഒരു പ്രാവശ്യം പോലും നിരാശയുടെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. എന്നാലും അച്ചായ എനിക്ക് സംഭവിച്ചല്ലോ എന്നൊരു വാക്ക് ഇതുവരെ കേട്ടിട്ടില്ല. വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ സംസാരിക്കുകയും സ്നേഹിക്കുകയും, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടവകയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഈ വീട്ടിലാണ്. പോയാൽ മണിക്കൂറുകൾ അവിടെ ഇരിക്കുകയും സംസാരിക്കുകയും എല്ലാവരോടും എന്നും ഓർക്കുന്നു. ഈ സ്നേഹം കിടപ്പായിരുന്നുവെങ്കിലും വളരെ ആത്മാർത്ഥതയോടുകൂടെ സ്നേഹം പങ്കിടുവാൻ എൻ്റെ മകൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ കാണാതായാൽ വിളിക്കും, അച്ഛൻ എവിടാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഓടിച്ചെല്ലും. പ്രിയ അമ്മാമ അച്ഛന് കൊടുക്കാവുന്ന സ്നേഹമൊക്കെ കൊടുത്തു. കുടുംബത്തിലുള്ള സ്നേഹം, മക്കളിൽ നിന്നുള്ള സ്നേഹം, ആശുപത്രി ഡോക്ടർമാർ അതിൽ നിന്നുള്ള സ്നേഹം. എന്നെ പ്രിയ അമ്മാമ അങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തുകയായിരുന്നു. അച്ഛൻ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത്, ഒരു പാസ്റ്ററൽ കെയർ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ തന്നെയാണ്. അത് എല്ലാ തരത്തിലും ഭംഗിയായി ചെയ്യുവാൻ എൻ്റെ മകൾക്ക് സാധിച്ചു. മക്കള്, മരുമക്കള് എല്ലാവരും ചേർന്ന് ഭംഗിയായി ശുശ്രൂഷിച്ചു. പ്രിയ മാതാവ് ഇതൊക്കെ കാണുവാൻ ജീവിച്ചിരിപ്പുണ്ട്. വളരെ വിഷമമുണ്ടാവും തീർച്ചയായിട്ടും. എന്നാൽ ദൈവത്തിന് സമാധാനം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും സമയം മോശമാണ്, എന്നാൽ ആളുകൾ ധാരാളം പേര് പല വഴിയായിക്ക് വന്നു, കണ്ടു, മടങ്ങിപ്പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടല്ലോ. അത് ഈ കുടുംബത്തോടുള്ള സ്നേഹമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇടവകയിൽ പല ആളുകൾ പലയിടത്തായിരുന്നതിൻ്റെ ലൈവ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഈ കുടുംബത്തോടുള്ള വലിയ സ്നേഹമാണല്ലോ, പ്രിയ പിതാവിനോടുള്ള ആദരവാണല്ലോ. ഇടവകയുടെ സ്നേഹവും പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. സെന്റ് ആൻഡ്രൂസ് കുടുംബത്തിൻ്റെ പ്രാർത്ഥനകൾ അറിയിക്കുകയാണ്. സെന്റ് ആൻഡ്രൂസ് കുടുംബത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും സമാധാനവും നിങ്ങൾക്ക് കുടുംബത്തിന് എന്നും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷകൾ ആരംഭിക്കുകയാണല്ലോ. കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം കണ്ണുകളും രണ്ടിലും ചിതപ്പെടുമാറാകണമേ. ആമേ. മരണമുള്ളവരായ ഞങ്ങളെ പാപത്തിൽ വിടുവിക്കുകയും
ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപത്തിന് വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന് സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറിയും സന്തോഷങ്ങളുടെ പന്തിരിപ്പും ആനന്ദങ്ങളുടെ വാസ്തവ സൗജന്യമായി നൽകണമേ. അവസാന നാളിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവന് യോഗ്യമായ പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, സ്തുതി സ്തോത്രം പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിലേക്ക് അടുക്കുന്നു. കബറുകൾ വിളക്കത്തോടുകൂടെ തുറക്കപ്പെടുന്നു. അവരുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ് നീതിയും സത്യവുമായുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധി തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലങ്ങളിലേക്ക് ഒരുങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപാടിങ്കൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകളെ കൊണ്ട് കബറടങ്ങിയിരിക്കുന്നവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാത് പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും തന്റെ ഇഷ്ടത്തിന്റെ ആംഗ്യത്താൽ പ്രാപിച്ചിരിക്കുന്നവർ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയും മശിഹാ തമ്പുരാന് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനയോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുത്ഥാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി. ദൈവീകമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽക്കർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നതുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടെ നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവൻ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്നവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചുവിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറിയൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്തിടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരയേറ്റുന്നു. ആമേൻ.
നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചിയടിയാൻ. പാപം ചെയ്തതിനാൽ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. മഹത്വനാഥനും ബഹുമതി താതനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെക്കുറിച്ച് ദുഃഖിക്കുന്നവരായി ഞങ്ങളെയും പ്രത്യേകമായി ഇവന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്കും ഇവനും അവകാശിയാകും എന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യാവകാശമായി അനുഭവിച്ചു കൊള്ളുവേൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. ആമേൻ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവർ ആകുന്നല്ലോ. ഇഹത്തിലും പരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. ഞങ്ങളുണ്ടായിരിക്കുന്നപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ആദരാകും ദൈവത്തിനോ മഹത്വവും തൻ സുതനും പരിശുദ്ധാർക്കും സ്തോത്രം എന്നേക്കും. ആമേൻ ആമേൻ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും പാനീയമാകുന്നു. അതിന് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നതുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവർത്തിയായി. നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മെതർമാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സതുപാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ആമേൻ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും
ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും മശിഹായിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരരെ, നാം ഭയത്തോടും വണക്കത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. യേശു വരുന്നുവെന്ന് മാർത്ത കേട്ടിട്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ നീ ദൈവത്തോടെ അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ഒരു നാൾ മരിക്കുകയില്ലായത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനിക്ക് ദൈവത്വനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. വേർപാടിന്റെ ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്ത് യോഗ്യരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധരുഹായി സ്തുതിക്കുവാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയരത്തിനെ പ്രകാശമുള്ള കഥകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെ മേലും ആത്മാക്കളെ പ്രകാശിപ്പിക്കുമാറാകണമേ. നാം എല്ലാവരും ചേർന്ന് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു. ദേവാലയത്തിലേത് ഈ ഇടവകയോട്, ഈ ദേവാലയത്തോട് യാത്ര പറയുന്ന നിമിഷങ്ങളാണല്ലോ. കാണുവാൻ ആരുമില്ല എന്ന് ധരിക്കുന്നു. ആരെങ്കിലും കാണുവാൻ ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ഇപ്പോൾ കാണണം എന്ന് ഓർപ്പിക്കുന്നു. സെന്റ് ആൻഡ്രൂസ് പള്ളിക്ക് ഇടവചനങ്ങളെ, ഞാൻ പാവപ്പയുടെ അനിയത്തിയുടെ മകനാണ്. വളരെ ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, നർമ്മരസത്തോടു കൂടിയൊക്കെ വല്യപ്പ ഞങ്ങളോട് സംസാരിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിൽ 13 വർഷക്കാലം വല്യപ്പ കിടക്കയിലായിരുന്നെങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ, അതിൻ്റെ ഒരു വിഷമവും പരിഭവവും ആരോടും പറയാതെ വിശ്വാസത്തോടെ, ശാരീരികമായ പ്രയാസങ്ങളുണ്ടെങ്കിലും ആത്മീയമായും വിശ്വാസത്തിന്റെ കാര്യത്തിലും മുറുകെ പിടിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു പാഠമായിരുന്നു. വലിയപ്പ ഇന്ന് ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോവുകയാണ്. പോകുമ്പോഴും ഞങ്ങൾക്ക് കാണിച്ച അന്ന ആ വിശ്വാസത്തിന്റെ പുഞ്ചിരിയും
പ്രത്യാശയുടെ ജീവിതവും എന്ത് പ്രയാസം വന്നാലും, എന്ത് ശാരീരിക അസ്വസ്ഥതകൾ വന്നാലും, എത്ര വലിയ പരീക്ഷണങ്ങളാണെങ്കിലും സന്തോഷത്തോടെ അത് നേരിടുവാൻ, സന്തോഷത്തോടെ അതിനെ മനസ്സിലാക്കുവാനും, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും, എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയോട് കൂടി ജീവിതം മുമ്പോട്ട് നയിക്കുവാനും ബാബ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പാഠം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അത് ഞങ്ങളും മുമ്പോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ ശ്രമിക്കും. ഈ അവസരത്തില് ബാപ്പയുടെ ശരീരം അസ്വസ്ഥതയുള്ള പ്രയാസങ്ങളായിരുന്ന സമയത്തും മുൻകാലങ്ങളിലും ഭവനത്തിലും ഇടവകയിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ശുശ്രൂഷകളിലും അതിന്റെ സാന്നിധ്യം കാണിച്ച ഈ ഇടവകയിലെ എല്ലാ അച്ഛന്മാരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവക വികാരിയായിരിക്കുന്ന പ്രതീക്ഷ അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു കുടുംബത്തിന്റെ പേരിൽ. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അയപ്പില് അനുശോചനം പറഞ്ഞവര്, ഇടവജനങ്ങള്, പ്രാർത്ഥനാ കൂട്ടാംഗങ്ങള്, സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാര് എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സമയത്ത്, ഈ വേദനയായിരിക്കുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ, സ്നേഹിക്കാൻ, കരുതുവാൻ ഉണ്ടായിരുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽവക്കങ്ങളിലുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളോട് പ്രത്യേക സഹായങ്ങളും ഞങ്ങളോടുള്ള ആ സ്വാന്തനങ്ങൾ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് അവരോടുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. വല്യപ്പ കടന്ന 13 വർഷക്കാലം ചികിത്സിച്ച ഡോക്ടർമാര്, ആശുപത്രികള്, മറ്റ് മെഡിക്കൽ വിഭാഗത്തിലുള്ളവര്, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊക്കെ ഭവനത്തിൽ വന്ന് എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് വല്യപ്പയെ ശുശ്രൂഷിക്കാൻ അവർ കാണിച്ച മനസ്സിന് നന്ദി അറിയിക്കുന്നു. മറ്റ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഇടവകയിലെ എല്ലാവരോടും, പ്രാർത്ഥനാംഗങ്ങളോടും, ബന്ധുജനങ്ങളോടും എല്ലാവർക്കും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി ആരും കാണാനില്ല എന്ന് കരുതുന്നു. ഇപ്പോൾ എടുക്കാനുള്ള ആളുകളൊക്കെ വന്നാട്ടെ. കുരിശെടുത്ത് താഴെ വെക്കണം. മെഴുകുതിരിക്കെടുത്ത് മനസ്സോടെ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാൻ എത്തുന്നേ. ഞാനെൻ നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി? ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി കിട്ടുന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ
ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടു വിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം എന്തു ഖേദമേ കാഴ്ച ആദി ദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്തിങ്ങനെ മധ്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു ചന്തമേറോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവനെ മണ്ണിലേക്ക് അയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു പൂഴിക്കും പുഴുവിനും ഇരയാവാൻ അയക്കുന്നു നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതാ തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്നെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക.
ആകുന്നു. നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുക്കത്തെ ദിവസം നിത്യജീവനായി ഇവർക്ക് പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിലുള്ള എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ അതിൽ നിന്നോട് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നിറവേൽപ്പോടും കൂടെ എന്റെ ദേവിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തെ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിനും? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടി പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഈ നിമിത്തമായി മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുകൊല്ലാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യവും ജനശേഷിയില്ലാത്തവനും മുഖാന്തരമായവനും മനുഷ്യരക്ഷിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിലിറങ്ങി ഞങ്ങൾക്ക് തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും അവസാനമുള്ളവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചതുമായ പാവമോചനത്തിലുള്ള മാമോദീസ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ആശീർവാദം. സകല ബുദ്ധിയെയും കവിഞ്ഞതായ ദൈവത്തെ സമാധാനം പ്രിയരെ നാം എല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആത്മീകമായ ശുശ്രൂഷ ഞങ്ങളോട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം ബലഹീന കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷകളൊക്കെ അവസാനിച്ചിരിക്കുന്നു. പരിശുദ്ധ സഭ കൊടുക്കുന്ന എല്ലാ ബഹുമതികളോടും കൂടെയാണ് ഈ പിതാവിനെ യാത്രയ്ക്ക് ഒന്നും കുറച്ചിട്ടില്ല. വളരെ സന്തോഷമുണ്ട്. കുടുംബത്തോട് ക്രമീകരിച്ച ആളുകളോട് സുനിൽ എല്ലാവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഏറ്റവും ഉചിതമായി ഞാൻ ഓർക്കുകയായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നുവെങ്കിലും ഒരു തുള്ളി പോലും മണ്ണിൽ വീഴാതെ ദൈവം കാത്തു. അത് ഈ ആത്മാവിനോടുള്ള പ്രിയപ്പെട്ട പിതാവിനോടുള്ള ദൈവത്തിന് പ്രസാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ പിതാവിനെ നാം യാത്രയാക്കിയാണല്ലോ. അതുകൊണ്ട് ഈ ശുശ്രൂഷ സഹകരിച്ച എല്ലാവരോടും നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇടവയ്ക്ക് വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ സഹായിച്ചവർ, ഞങ്ങൾ പ്രാർത്ഥനാ കൂട്ടക്കാർ എല്ലാവരെയും ഈ സമയത്ത്
നിങ്ങളോട് നന്ദിയായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ പെട്ടിയെടുത്ത് മൂടാം. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. പ്രിയരെ നിങ്ങൾ കരയരുദേവം, പരിശുദ്ധാത്മൻ തള്ളില്ലെന്നെ. തന്റെ വിശുദ്ധർ അഴുകി ദ്രവിക്കാൻ അനുമതീശൻ അരുളുകയില്ല. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സീയോൻ പൂകിടുമേ. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സീയോൻ പൂകിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. ഭൂവിലെ വാസം ഒരു നിഴൽ മാത്രം, മൃതിയോ മോക്ഷം പകരും